ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെ ഉപരാഷ്ട്രപതി ആരാകുമെന്ന ചർച്ചകൾ സജീവമാകുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ തുടങ്ങിയവർ സജീവ പരിഗണനയിലാണ്. തരൂരിന്റെ പേരും ചർച്ചകളിലുണ്ട്. നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയെ ഓഫീസിലെത്തി അമിത്ഷാ കണ്ടു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലി ഇന്നും പാർലമെന്റിൽ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് സ്പീക്കർ ഓം ബിർളയും. നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ്. തടിയന്റെ നസീറിനെ ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ സഹായിച്ച ഡോക്ടർ നാഗരാജു 8000 രൂപയുടെ മൊബൈൽ ഫോൺ തടവുകാർക്ക് വിറ്റത് 25,000 രൂപയ്ക്ക്. പ്രാദേശിക മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഫോൺ വാങ്ങിയാണ് നസീർ 2-3 ഇരട്ടി തുകയ്ക്ക് തടവ് പുള്ളികൾക്ക് വിറ്റത്. കുമാരസ്വാമി കൊലപാതക കേസിൽ ജയിലിൽ കഴിയുമ്പോൾ കന്നഡ നടൻ ദർശനും ഡോക്ടർ നാഗരാജു ഫോൺ നൽകിയിട്ടുണ്ടെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. കരിപ്പൂരിൽ പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. ദോഹയിലേക്ക് പോകേണ്ടതായിരുന്നു വിമാനം. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ്. 182 യാത്രക്കാരും 6 ജീവനക്കാരുമടക്കം 188 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മണ്ണിനടിയിൽപ്പെട്ട 2 വാഹനങ്ങൾ പുറത്തെടുത്തു. ആളപായമില്ല. ദേശീയപാത മുഴുവനായും മണ്ണിനടിയിലാണ്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. യുവമോർച്ചയ്ക്കും മഹിളാ മോർച്ചയ്ക്കും പുതിയ നേതൃത്വം. വി മനുപ്രസാദാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ. നവ്യ ഹരിദാസ് മഹിളാ മോർച്ച അധ്യക്ഷ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. നാളെ കർക്കിടകവാവ്. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങളിൽ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. ചടങ്ങുകൾ നാളെ പുലർച്ചെ 4 മണി മുതലാണ്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, തിരുനാവായ, തിരുനെല്ലി, തിരുമിറ്റക്കോട്, തൃക്കുന്നപ്പുഴ, തിരുമുല്ലവാരം എന്നിവിടങ്ങളിൽ തർപ്പണ ചടങ്ങുകൾ നടക്കും. പാലക്കാടിനും ഒറ്റപ്പാലത്തിനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ പലയിടങ്ങളിലായി 15ഓളം ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച സംഭവത്തിൽ ദുരൂഹത. പോലീസ് അന്വേഷണം തുടങ്ങി. ഒറ്റപ്പാലം ലക്കിടി സ്റ്റേഷനുകൾക്ക് മധ്യേ മായന്നൂർ പാലത്തിന് സമീപമാണ് സംഭവം. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിപഞ്ചികയുടെ സംസ്കാരം ഇന്ന്. കേരളപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മൃതദേഹം ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു. വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. മുൻ SP KK ജോഷുവ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ISRO ചാരവൃത്തി കേസ്, മണിച്ചൻ കേസ് ഉൾപ്പെടെ നിരവധി അന്വേഷണ സംഘങ്ങളിൽ അംഗമായിരുന്നു. ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. വിചാരണ നടപടികൾ തുടരുന്നതിനിടെയാണ് ജോഷുവയുടെ മരണം. സംസ്കാരം ചുനക്കര സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ. കനത്ത മഴയിൽ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി വിതരണവും റെയിൽ വ്യോമ ഗതാഗതവും തടസ്സപ്പെട്ടേക്കാമെന്ന് മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. താപനില 21 ഡിഗ്രിയാണ് ഇപ്പോൾ. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരെ വംശീയ ആക്രമണം. അഡ്ലേഡിൽ കാറിൽ ദീപാലങ്കാര കാഴ്ചകൾ കാണാനെത്തിയ ചരൺപ്രീത് സിംഗിനെയാണ് 5 അംഗ സംഘം മർദ്ദിച്ചത്. മെറ്റൽ കഷ്ണങ്ങൾ കൊണ്ടും മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുമുള്ള ആക്രമണത്തിൽ യുവാവിന്റെ മുഖത്തെ എല്ലുകൾ പൊട്ടി. വംശീയ അധിക്ഷേപവും അസഭ്യവർഷവും നടത്തിയായിരുന്നു ആക്രമണമെന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകി. അയർലൻഡിലെ ടാലറ്റിൽ ഇന്ത്യക്കാരനെ അർദ്ധനഗ്നനാക്കി മർദ്ദിച്ചു. 3 ആഴ്ചകൾക്ക് മുമ്പ് അയർലൻഡിലെത്തിയ 40-കാരന്റെ പേഴ്സും ഫോണും ഷൂസും അക്രമികൾ കൈക്കലാക്കി. പെൺകുട്ടികൾ ഉൾപ്പെടെ 13 കൗമാരക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ദൃക്സാക്ഷികൾ. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ടാലറ്റ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയർലൻഡിലെ ഇന്ത്യൻ അംബാസഡർ അഖിലേഷ് മിശ്ര സംഭവത്തെ അപലപിച്ചു. ജപ്പാനുമായി വമ്പൻ വ്യാപാര കരാർ പ്രഖ്യാപിച്ച് അമേരിക്ക. 15% തീരുവയിൽ $550 മില്യൺ നിക്ഷേപം ജപ്പാൻ അമേരിക്കയിൽ നടത്തും. US-ന് 90% ലാഭമുണ്ടാകുന്ന തരത്തിലാണ് കരാറെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണ് ഒപ്പിടുന്നതെന്നും ട്രംപ്
ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടു. ജപ്പാൻ നിർമ്മിത കാർ, ട്രക്ക് ഉൾപ്പെടെയുള്ളവയും കാർഷിക ഉൽപ്പന്നങ്ങളുമാകും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുക. ഓഗസ്റ്റ് 1 മുൻപ് കരാറിന് തയ്യാറായില്ലെങ്കിൽ 25% തീരുവ ചുമത്തുമെന്ന് ജപ്പാന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാനിലെ മിന്നൽ പ്രളയത്തിൽ മരണം 242 കവിഞ്ഞു. 24 മണിക്കൂറിനിടെ 21 പേർ മരിച്ചു. വടക്കൻ ചിലാസ് ജില്ലയിൽ 3 തദ്ദേശീയരായ വിനോദസഞ്ചാരികളും ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മേഖലയിൽ നിന്ന് 250 പേരെ രക്ഷിച്ചതായി പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി. 20 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ബംഗ്ലാദേശിൽ കോളേജ് ക്യാമ്പസിന് മുകളിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അപകടമുണ്ടായ മൈൽസ്റ്റോൺ ക്യാമ്പസിന് മുന്നിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സംഘടിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെക്കുകയാണെന്നും ആരോപണമുണ്ട്. 31 പേർ മരിച്ചെന്നും 171 പേർക്ക് പരുക്കേറ്റുമെന്നുമാണ് സർക്കാരിന്റെ കണക്ക്.